നീ എവിടെയാ ബദ്രി? ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ പ്രണവ്. നീയും അങ്കിളും കൂടെ ചെയ്തു തീർക്കേണ്ടതല്ലേ ഉള്ളൂ. അയാൾക്ക് നിന്നെ കാണണമെന്ന്. ഇത്രയും വലിയൊരു ഡീൽ ഒപ്പിടാൻ അവിടുന്ന് ഇതുവരെ വന്നത് നിന്നെ കൂടെ കാണാനായിരുന്നു എന്ന്. അതിന് അയാൾക്ക് നല്ലൊരു പാർട്ടി തന്നെ റെഡിയാക്കി കൊടുത്തില്ലേ? എന്തായാലും നീ വാ, ഞാനും അങ്കിളും ഇവിടെയുണ്ട്. വന്ന് ജസ്റ്റ് അയാളെ കണ്ടിട്ട് പൊക്കോ. ഓക്കെ. രുദ്ര കയ്യിലിരുന്ന ജ്യൂസ് ട്രേയുമായി മുൻപിലേക്ക് നടന്നതും ഗ്ലോറി അവളെ അവളുടെ ഇടംകാല് വെച്ച് ചവിട്ടി. പെട്ടെന്നുള്ള ചവിട്ടിൽ രുദ്ര ജ്യൂസ് ട്രേയുമായി മുന്നിലേക്ക് ആഞ്ഞു. അവിടെ നിന്ന് രാഘവേന്ദ്രവർമ്മയുടെ പുറത്തേക്കായി അത് വീണു. വിജയലക്ഷ്മിയുടെ ഭർത്താവ് ബദ്രിയുടെ അങ്കിൾ വിജയലക്ഷ്മി ആൻറ്റി എന്ന് വിളിക്കാതെ അമ്മയെന്ന് വിളിക്കുമ്പോഴും രാഘവേന്ദ്രയെ അങ്കിൾ എന്ന് തന്നെയാണ് ബദ്രി വിളിച്ചിരുന്നത്. രാഘവേന്ദ്രൻ ദേഷ്യത്തിൽ രുദ്രയ്ക്ക് നേരെ ചീറി. എവിടെ നോക്കിയടി പൊന്ന മോളെ നടക്കുന്നേ? അത്രയും പറഞ്ഞ് അവളുടെ കരണത്ത് അയാൾ അടിച്ചു. അപ്പു വരുമ്പോൾ നിലത്ത് ചിതറിക്കിടക്കുന്ന ഗ്ലാസും മുന്നിൽ കലിയോടെ നിൽക്കുന്ന രാഘവേന്ദ്രനെയും ഒപ്പം കുനിഞ്ഞു നിന്ന് കണ്ണീർ വാർക്കുന്ന രുദ്രയെയുമാണ് കണ്ടത്. നീയൊക്കെ ജോലി വന്നതാണോ അതോ കണ്ട ആണുങ്ങളെ മെക്കിട്ട് കയറാൻ വന്നതാണോ? സർ, അറിയാതെ പറ്റിയതാ. ഒരു തെറ്റിന് ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്, അതൊരു പെൺകുട്ടിയെ. അപ്പു അയാളോട് അമർഷം ഒന്നൊതുക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നെ പോലെയുള്ള എല്ലാ പെണ്ണുങ്ങളും ഇമ്മാതിരി സ്ഥലത്ത് വരുമ്പോൾ അടങ്ങി നിൽക്കണം, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യല്ല വേണ്ടേ. കാണാനാണെങ്കിലോ വീട്ടിലെ വേലക്കാരേക്കാൾ കേവലം. നിന്നെയൊക്കെ ആരാ ഇവിടെ ജോലിക്കെടുത്തേ? അപ്പോഴേക്കും ബദ്രി അവിടേക്ക് എത്തിയിരുന്നു. അങ്കിൾ, എന്താ പ്രോബ്ലം? ഇത് കണ്ടോ ബദ്രി, ഈ നിൽക്കുന്ന പെണ്ണ് ചെയ്തതാ. അത്രയും പറഞ്ഞ് ജ്യൂസ് വീണ ഷർട്ട് അവൻ അയാൾക്ക് കാണിച്ചു കൊടുത്ത ശേഷം മുന്നിൽ നിൽക്കുന്ന രുദ്രയെ അയാൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് ബദ്രി രുദ്രയെ കാണുന്നത്. അവൾ അവനെ നോക്കാതെ നിലത്തേക്ക് നോക്കി തന്നെ ഇരുന്നു. ഇതുപോലുള്ള വൃത്തിയില്ലാത്തതിനെയൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി ബദ്രി? ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഇമ്മാതിരി കോലവും വിവരവും ഇല്ലാതെയാണ് നിർത്തുന്നേ. അയാൾ രുദ്രയെ അറപ്പോടെ നോക്കിക്കൊണ്ട് ബദ്രിയോട് പറയുമ്പോൾ ബദ്രി അവളെ തന്നെ ഒന്ന് നോക്കി. അപ്പോഴാണ് ബദ്രി ശരിക്കും രുദ്രയെ കാണുന്നത്. യെല്ലോയും റെഡും ചേർന്നൊരു ധാവണി, പുതിയതുമല്ല പഴകിയതുമല്ലാത്ത അവസ്ഥ. കഴുത്തിലൊരു ചരടും ഒരു കുഞ്ഞുമാലയും, കാതിൽ പൊട്ടുപോലുള്ള കമ്മലും, നെറ്റിയിലൊരു പൊട്ടും മറ്റു ചമയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അവളിൽ. അവളെ നോക്കും തോറും അവന് അവളോടുള്ള അറപ്പ് കൂടി വന്നു. അവൾ അവളുടെ മുന്നിൽ വന്നു നിന്ന ശേഷം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൾ നിലത്ത് കരങ്ങൾ കുത്തി വീണിരുന്നു. അപ്പോൾ ഓടിപ്പോയി അവളെ താങ്ങി എഴുന്നേൽപ്പിച്ച് ചേർത്ത് നിർത്തി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെയൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഇത്രയും കോലം കെട്ട രീതിയിൽ നിനക്ക് വരാൻ തോന്നിയത്? അന്ന് നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ കൺമുന്നിൽ ഇനി വരരുതെന്ന്. എന്നിട്ട് ഇവിടെ വന്നതും പോരാ, ഇപ്പോൾ ഈ നിമിഷം പൊയ്ക്കോണം നീയും ദേ ഇവളും. ഇനി നിന്നെയൊക്കെ ഇവിടെ കണ്ടാൽ ഇതായിരിക്കില്ല ഞാൻ തരുന്ന ശിക്ഷ. അത്രയും പറഞ്ഞ് ബദ്രി അവിടെ നിന്ന് പോകുമ്പോൾ ഗ്ലോറിയയുടെയും ഫ്രണ്ട്സിൻ്റെയും ചുണ്ടിലൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ റൂമിൽ വന്നതും അവൾ ഓടി വന്ന് ബെഡിലേക്ക് ചാഞ്ഞ് മുഖം പൊത്തി കരയാൻ തുടങ്ങി. രുദ്ര പ്ലീസ്, നീ ഇങ്ങനെ കരയല്ലേ. എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ. പോട്ടടാ, അവരൊക്കെ വലിയ ആൾക്കാരാ, പണമുള്ളൻ്റെ അഹങ്കാര എല്ലാത്തിനും. രുദ്രമല്ലേ കിടന്നുകൊണ്ട് തന്നെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിലും എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ? എവിടെ പോയാലും പരിഹാസവും ആട്ടിപ്പായ്ക്കലും. ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അത്രയും പറഞ്ഞവൾ വീണ്ടും കരയാൻ തുടങ്ങി. നിനക്ക് ഞങ്ങളില്ലേ രുദ്ര? ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാനും ഋഷിയും നിനക്കൊപ്പം തന്നെ കാണും, ഞങ്ങളുടെ മരണം വരെയും. നിന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി, അല്ലാത്തവരോട് പോകാൻ പറ. രുദ്ര കുറച്ചു നേരം കൂടി കരഞ്ഞ ശേഷം ബെഡിലേക്ക് എണീറ്റിരുന്നു. അവളുടെ 2 കരങ്ങൾ കൊണ്ടും കണ്ണുനീരിനെ ഒപ്പിയെടുത്ത ശേഷം അപ്പുവിനെ നോക്കി. അതെ, ഇനി കരഞ്ഞാലുണ്ടല്ലോ നിന്റെ തലക്കിട്ട് തരും. കുറച്ചു കഴിഞ്ഞാൽ ഋഷി വിളിക്കും. അപ്പോൾ ഇതുപോലെ സങ്കടപ്പെട്ടിരുന്നാലേ അവനെല്ലാം മനസ്സിലാവും. പിന്നെ അറിയാലോ, നേരെ ആ കാണ്ടാമൃഗത്തിൻ്റെ അടുത്തേക്ക് പോകും. അന്ന് നിന്നെ അയാൾ തല്ലിയപ്പോൾ തൊട്ട് നോക്കി വെച്ചേക്കുന്നതാ അയാൾക്കിട്ടൊന്ന് കൊടുക്കാൻ. അവന് ദേഷ്യം വന്നാലുള്ള സ്ഥിതി അറിയാലോ അല്ലേ? തൽക്കാലം ഋഷിയോട് പറയണ്ട, അവനെ കൂടി എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിലാക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകി നല്ല കുട്ടിയായി വന്നേ, ചെല്ല്. അത്രയും പറഞ്ഞ് രുദ്രയൊന്ന് ഫ്രഷ് ആവാനായി പറഞ്ഞു വിട്ടിട്ട് അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ ഇരുന്നു. നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാ അതുപോലുള്ള ചീപ്പ് പെണ്ണുങ്ങളെ ഇവിടെ വിളിച്ചു വരുത്താൻ തോന്നിയത്? ആ പൊന്നമോൾ കാരണം നല്ലൊരു ദിവസത്തെ പാർട്ടി തന്നെ വേസ്റ്റായില്ലേ? ഭദ്രദേശത്തിൽ അവൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന സ്റ്റാഫിനോട് ദേഷ്യപ്പെടുമ്പോൾ അവർ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. എനിക്കറിയണം ആരാ അവളെ ഇവിടെ കൊണ്ട് വന്നതെന്ന്. നിങ്ങളായി പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? അപ്പോഴേക്കും അതിലൊരുത്തൻ മുൻപിലേക്ക് വന്നു നിന്നുകൊണ്ട് അയാളെ നോക്കാതെ പറഞ്ഞു. സർ, സോറി, ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പറഞ്ഞു തീർന്നതും അവൻ്റെ കരണത്ത് ഭദ്രയുടെ കരങ്ങൾ പതിഞ്ഞു. അടികൊണ്ടിട്ടും അവൻ അതേപോലെ നിന്നു. എന്നാൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
ഇത് പറയാൻ നിനക്കൊരു ഉളുപ്പും തോന്നുന്നില്ലേ? നിനക്കൊക്കെ ക്യാഷ് തന്നത് ഈ പാർട്ടി ഗ്രാൻഡ് ആക്കാനല്ലേ, അല്ലാതെ എന്നെ അപമാനിക്കാനല്ലല്ലോ. എന്നിട്ടും എവിടെയാന്ന് കിടന്ന കാണാനും കൊള്ളില്ല. വിവരവും ഇല്ലാത്ത ഓരോന്നിനെ കെട്ടി എഴുന്നള്ളിപ്പിച്ചോളും. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിനക്ക് ഞാൻ ക്യാഷ് തരുന്നേ, മറിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് പറ്റാതായാൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, എങ്ങോട്ട് വേണമെങ്കിലും. നിങ്ങൾ ആരെയും കണ്ടിട്ടല്ല ബദ്രി ഈ ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങൾ പോയ ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും വന്നിരിക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവരും ഈ ബദ്രി. സോറി സർ, ഇനി ഇത് ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാലേ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ. അതൊരു താക്കീതോടെ പറഞ്ഞിട്ട് ബദ്രി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയിരുന്നു. SI വിശാൽ തൻ്റെ തൊപ്പി ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് കോൺസ്റ്റബിൾ രാജനോട് പറഞ്ഞു, ഡോ പോയി ഇന്നലെ കൊണ്ടുവന്ന അവനെയും ആ പന്ന മോൾമാരെയും ഇങ്ങ് കൊണ്ടുവന്നേ. രാജനുടനെ തന്നെ അകത്തേക്ക് പോയി ഹർഷനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന പെൺപിള്ളാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഡോ തൻ്റെ ഈ പോലീസുകാരോട് പറയണം, ഈ ഹർഷനോട് ഇടപെടുമ്പോൾ സൂക്ഷിച്ച് വേണമെന്ന്, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ നിങ്ങളോ ഒന്നും പിന്നെ ഇവിടെ കണ്ടെന്ന് വരില്ല. ഹർഷൻ SIക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞതും ഹർഷൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളിൽ ഒരാൾ അവനെ നോക്കി പറഞ്ഞു, ഹർഷ് ബേബി, ഇവനൊന്നും നിന്നെ ശരിക്കറിയില്ലെന്ന് തോന്നുന്നു. നീ ആരാണെന്ന് കാണിച്ചു കൊടുക്ക് ഈ പന്ന മക്കൾക്ക്. നിർത്തടി പന്ന മോളെ, നീ ആരാടി അങ്ങ് ഉണ്ടാക്കാൻ, അത് പറഞ്ഞ് പേടിപ്പിക്കാൻ. ഇത് ഈ നിൽക്കുന്ന നിൻ്റെ മോൻ്റെയും നിൻ്റെയും കാമം തീർക്കാനുള്ള ബെഡ്റൂമല്ല, പോലീസ് സ്റ്റേഷനാ. ഇവിടെ നീയും ഇവനും പറയുന്നതല്ല, ഞാൻ പറയുന്നതേ നടക്കൂ. അത്രയും പറഞ്ഞിട്ട് വിശാൽ മുന്നിലേക്ക് നോക്കി വിളിച്ചു, സന്ധ്യ, സ്മിത. വേഗം തന്നെ 2 വനിതാ പോലീസ് അവൻ്റെ മുന്നിലേക്ക് വന്ന് സല്യൂട്ട് ചെയ്ത് നിന്നുകൊണ്ട് പറഞ്ഞു, യെസ് സർ. ഇവളുമാരെ കണ്ടല്ലോ, കുറച്ച് നട്ടല് കൂടുതലാ, അതങ്ങ് ഒടിച്ചേക്ക്. സ്മിതയും സന്ധ്യയും കൂടെ അവർ 2 പേരെയും എടുത്തിട്ട് പെരുമാറിയതും അവർ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. അത് കണ്ടതും ഹർഷൻ വിശാലിന് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് അവരെ വിടുന്നതാ നിനക്കും നിന്റെ അവളുമാർക്കും നല്ലത്, ഇല്ലെങ്കിൽ പിന്നെ ഈ തൊപ്പി വയ്ക്കാൻ നിനക്കൊന്നും തലയുണ്ടാവില്ല. എങ്കിൽ നീ എൻ്റെ തലയെടുക്കുമോ? എങ്കിലും എടുക്കട പന്ന മോനെ, നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ ഇവിടെ പോകുന്ന എനിക്ക് കാണണം. അത്രയും പറഞ്ഞ് വിശാൽ ഹർഷനെടുത്തിട്ട് പൊതിരെ തള്ളി അവൻ്റെ തല കൊണ്ട് അടഞ്ഞു കിടന്ന് സെല്ലിൽ ചേർത്ത് വെച്ചിരിച്ചു. വീണ്ടും എടുക്കാൻ പോയതും പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിലൊരു അഡ്വക്കേറ്റും ചെറുപ്പക്കാരനും നിൽപ്പുണ്ട്. എന്തു വേണം? വിശാൽ അവരെ നോക്കി ചോദിച്ചു. എൻ്റെ പേര് അഡ്വക്കേറ്റ് പ്രഭാകർ. ഞാൻ ഈ നേർക്കുന്ന ഹർഷനും ആ പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ജാമ്യമാണ് എടുക്കാൻ വന്നത്. വിശാൽ ഹർഷനെ പിടിവിട്ട് മുന്നിലേക്ക് തള്ളിയിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വന്ന് പറയുമ്പോൾ ഇറക്കി വിടാനല്ല ഞാൻ ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കോർട്ട് ഓർഡറാണ്, നിങ്ങൾക്കിവരെ വിട്ടേ പറ്റൂ. എന്ത് വലിയ കോർട്ട് ഓർഡർ ആയാലും ശരി, മറ്റന്നാൾ കോടതിയിൽ ഇവരെ ഹാജരാക്കും. അപ്പം വേണമെങ്കിൽ വന്ന് ഇവരെ ജാമ്യത്തിലെടുക്കാം. അല്ലാതെ ഞാൻ ഇവരെ നിങ്ങൾക്കിപ്പോൾ വിടുമെന്ന പ്രതീക്ഷയിൽ ആരും ഇവിടെ നിൽക്കണ്ട, പോകാം. അങ്ങനെയെങ്കിൽ സാറ് കുറച്ച് ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടേ ഞാൻ സഹിച്ചോളാം, പോരെ? കുറച്ച് കഴിഞ്ഞ് പ്രഭാകരൻ്റെ ഒപ്പം നിന്ന ദീപക് വിശാലിൻ്റെ നേർക്ക് ഫോൺ നീട്ടി. ഇത് സാറിനുള്ളതാ, വാങ്ങിച്ച് സംസാരിക്ക്. ACP ആണ്. ദീപക് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് വിശാൽ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ, താൻ ഇവിടുത്തെ പോലീസാടോ? സർ, അത് പിന്നെ അയാൾ. ഡോ, താൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ആരെയാണെന്ന് അറിയുമോ? ആരായാലും നമുക്കെന്ത് സർ, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നല്ലേ? ഇവർ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു. എന്ത് പ്രശ്നം വരാനാ? എടോ, അവനെ ഹരീന്ദ്രൻ അനിയനാ. ഹരീന്ദ്രൻ ആരെന്ന് മോനെന്ന് അവിടെയുള്ള തൻ്റെ കീഴുദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവരെ വിടുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ തൻ്റെ തൊപ്പി ഞാൻ തെറുപ്പിക്കും, ഇഡിയറ്റ്. അത്രയും പറഞ്ഞ അയാൾ ഫോൺ കട്ടാക്കിയതും വിശാൽ ദേഷ്യത്തോടെ ടേബിളിൽ മുറുക്കിയടിച്ചു. അപ്പോൾ എങ്ങനെ സാറേ, കൊണ്ടുപോകാലോ അല്ലേ ഞങ്ങൾക്കിവരെ? അതിനവനൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അകത്തേക്ക് പോയതും ദീപക് ഹർഷനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് പിന്നാലെ ആ പെൺകുട്ടികളും ചെന്നിരുന്നു. വിശാൽ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന സാധനങ്ങൾ നിലത്തേക്ക് തട്ടിയെറിഞ്ഞു. അകത്തെ സൗണ്ട് കേട്ട് രാജൻ അവിടേക്ക് വരുമ്പോൾ നിലത്ത് ചിതറിക്കിടക്കുന്ന ഫയൽസാണ് കണ്ടത്. അവിടുത്തെ ടേബിളിൽ വെച്ച ശേഷം രാജൻ അയാളെ വിളിച്ചു. സർ. വിശാൽ അയാളെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ ചെയറിലേക്ക് ഇരുന്നു. ആരായി വീരേന്ദ്രൻ? രാജൻ ഒന്നും മിണ്ടാതെ നിന്നു. ചോദിച്ച് കേട്ടില്ലടോ, ആരായി വീരേന്ദ്രൻ എന്ന്? അയാളൊരു നെറികെട്ടവനാ സാറേ, ആരെയും സ്നേഹം നടിച്ച് ദ്രോഹിച്ച് കൊല്ലുന്നൊരു നീചൻ. അവൻ്റെ മെയിൻ ബിസിനസ് ഭൂമാഫിയ. അതല്ലാതെ തന്നെ കഞ്ചാവ്, കൊലപാതകം, പെണ്ണ്, അങ്ങനെ ഒരുപാടുണ്ട്. അവൻ ഏതെങ്കിലും ഒരു സ്ഥലം നോട്ടമിട്ടാൽ ആദ്യം അവിടെ കയറിപ്പറ്റി അവരിലെ വിശ്വാസം നേടിയെടുക്കും. അതിനെത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും.
അവസാനം അത് കൈവരുന്നെന്ന് അവരുടെ എല്ലാ മരണം ഉറപ്പാക്കിയിട്ട് വരൂ. അവനെ എല്ലാവർക്കും ഭയമാണ്. അവനെ അധികം ആരും കണ്ടിട്ടില്ല. കാരണം അവൻ്റെ ഒറിജിനൽ രൂപം എന്തെന്ന് ആർക്കും അറിയില്ല. പലയിടത്തും പല പേരിൽ പല രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. അവനോട് ഏറ്റുമുട്ടാൻ പേടിയാണ് എല്ലാവർക്കും. പല കേസും അവനെതിരെ തിരിഞ്ഞാലും അവസാനം അവൻ അതിൽ നിന്നും രക്ഷപ്പെടും. അവനെതിരെ ആരും സാക്ഷി പറയില്ലെന്നുള്ള ധൈര്യം അവനുണ്ട്. അവൻ്റെ ഒരേ ഒരു സഹോദരനാണ് സാർ ഇന്ന് തള്ളി ചതച്ച ഹർഷൻ. എന്തായാലും സാർ സൂക്ഷിക്കണം. അനിയനെ ഉപദ്രവിച്ചതറിഞ്ഞ് അവൻ അടങ്ങിയിരിക്കില്ല. അവനിപ്പോൾ എവിടെയുണ്ടെന്നറിയുമോ? അവൻ്റെ ഫാമിലി. അവനെവിടെയെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. ആർക്കു മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. പെട്ടാലും അവരുടെ കാലനായി അവൻ അവതരിക്കൂ. അവൻ്റെ ഫാമിലി, അതേപ്പറ്റി ആർക്കും അറിയില്ല. അച്ഛനാരാ അമ്മയാരാന്നൊക്കെ. അവനൊരൊറ്റയാന, എന്തിനും പോന്ന ഒറ്റയാൻ. എന്നാൽ ഇനിയുള്ള എൻ്റെ നാളുകൾ ആ ഒറ്റയാന് വേണ്ടിയുള്ളതാ. വിശാൽ എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ പറഞ്ഞു. രുദ്രയും അപ്പുവും വരുമ്പോൾ ഗ്ലോറിയും കൂട്ടരും അവൾക്ക് മുൻപിൽ വന്ന് നിരന്നു നിന്നു. എങ്ങനെയുണ്ടായിരുന്നു രുദ്രമോളെ, ചേച്ചി നിനക്കിട്ടു തന്ന പണി? ഗ്ലോറി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഒപ്പം നീയായിരുന്നല്ലടി ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അപ്പു അവൾക്ക് നേരെ ചേറി. ഇന്നലെ തന്നത് വെറും ചെറുത്, അതിലും വലുത് നിനക്കൊക്കെ തരാൻ പോകുന്നതേയുള്ളൂ. ഗ്ലോറി അവരെ നോക്കി പറഞ്ഞു. ഗ്ലോറി പ്ലീസ്, ഞാൻ പറഞ്ഞില്ല നിന്നോട് വഴക്കിന് ഞങ്ങളില്ലെന്ന്. അന്ന് നിന്റെ ഭാഗത്ത് ആ തെറ്റു തിരുത്താനാ നോക്കിയേ. ബട്ട് വാർഡൻ നിന്നെ പുറത്താക്കുമെന്ന് കരുതിയില്ല. പ്ലീസ്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്. നിങ്ങൾക്കൊരു ശല്യമില്ലാതെ ഞങ്ങൾ മാറി നടന്നോളാം. രുദ്ര ഗ്ലോറിക്ക് നേരെ കൈകൾ കൂപ്പി പറഞ്ഞു. നീ കാരണം ഞാനും ഇവൾ ഒരുപാട് നാണം കിട്ടും. ഇപ്പോഴും പലരും ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഞങ്ങളോടുള്ള പേടി മാറി പുച്ഛം നിറഞ്ഞു. അതിനും നീയാ കാരണം. നീ ഒറ്റൊരുത്തി. അവരുടെ മുന്നിൽ ആളാവാനായി എന്നെ തല്ലിയില്ലേ? ഇതൊന്നും ഈ ഗ്ലോറി മറക്കില്ല. നിന്നെയും ഞാൻ നാണം കെടുത്തും. നിന്നെ നല്ലവളായി കാണുന്നവരുടെ മുന്നിലിട്ട് തന്നെ. അതിനധികം ദിവസമൊന്നും വേണ്ട ഈ ഗ്ലോറിക്ക്. ഗ്ലോറി പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വഴക്കില്ലെന്ന്. ഇന്നലെ നീ ചെയ്തത് പോലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. ഇനിയും ശല്യപ്പെടുത്തരുത്. നിന്നോട് ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കാൻ. ഇല്ലല്ലോ? അല്ലെങ്കിൽ തന്നെ നിന്റെ ക്ഷമ കിട്ടിയിട്ട് എനിക്കെന്തിനാ? ഗ്ലോറി അതും പറഞ്ഞ് തിരിഞ്ഞ് നിരഞ്ജനയും വെങ്കിയെയും നീരവിനെയും നോക്കി ചിരിച്ചു. അവരും അവൾക്കൊപ്പം രുദ്രയെ നോക്കി ചിരിച്ചു. നിനക്ക് വട്ടാണോ രുദ്ര? ഇത്രയൊക്കെ നമ്മളെ ഉപദ്രവിച്ചവളോട് ക്ഷമിക്കാൻ? അപ്പു ദേഷ്യത്തിൽ അവരെ നോക്കിയിട്ട് രുദ്രയോട് പറഞ്ഞു. അപ്പു, ഋഷി എന്താ പറഞ്ഞിട്ട് പോയത്? ഒരു പ്രശ്നത്തിന് പോയി ചാടരുതെന്നല്ലേ? അവരെന്തു പറഞ്ഞാലും കണ്ടില്ലെന്ന് വെക്കാൻ. അതുപോലെ അവരെന്തോ ചെയ്തോട്ടെ, നമ്മളത് ശ്രദ്ധിക്കേണ്ട. രുദ്ര ഇവളുമാർ. അപ്പു വേണ്ട, വന്നേ. അത്രയും പറഞ്ഞ് രുദ്ര അവരെ നോക്കാതെ അപ്പുവിനെയും കൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. അപ്പോഴേക്കും നീരജന് ഗ്ലോറിയെ നോക്കി പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ അവളുടെ അവസാന ദിവസത്തേക്കുള്ള ആണി തറക്കുവല്ലേ നമ്മൾ? പിന്നല്ലാതെ. അത്രയും പറഞ്ഞ് അവർ 4 പേരും കൂടെ ചിരിക്കാൻ തുടങ്ങി. അമലയുടെ കരച്ചിൽ കേട്ട് പാക്കിംഗ് സെക്ഷൻ നിന്ന എല്ലാവരും അവൾക്കരികിലേക്ക് ഓടിയെത്തി. എന്താ എന്താ മോളെ? കൂട്ടത്തിൽ പ്രായമുള്ള സ്ത്രീ ലളിത അവളോട് ചോദിച്ചു. എൻ്റെ മാല ആരോ മോഷ്ടിച്ചു. മാല മോഷ്ടിച്ചെന്നോ? ആര്? അറിയില്ല ചേച്ചി. ഞാൻ ബാഗിൽ ഊരി വെച്ചിട്ടാ ജോലിക്ക് കയറിയേ. ഇപ്പോൾ ബാഗ് തുറന്നപ്പോൾ മാലയില്ല. 2 പവൻ്റെ മാലയാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാലറി വെച്ച് കഴിഞ്ഞ ദിവസം വാങ്ങിയതേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അമല പൊട്ടിക്കരഞ്ഞു. ലളിത എല്ലാ സ്റ്റാഫിനോടും അവിടേക്ക് വരാൻ പറഞ്ഞു. എല്ലാവർക്കൊപ്പം രുദ്രവും അപ്പവും അവിടേക്ക് വന്നു നിന്നു. സത്യം പറഞ്ഞു, ആരായി കുട്ടിയുടെ മാല എടുത്തത് ആരായാലും തിരിച്ചു കൊടുത്തേക്ക്. അതാ അവരുടെ നല്ലത്. എന്നാൽ ഓരോരുത്തരും ആരും എടുത്തില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരി, നിങ്ങളായി പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അത്രയും പറഞ്ഞ് അവരും അവരുടെ കൂടെയുള്ളവരും ചേർന്ന് മാല നോക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെ ബാഗിലും. കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, മാല കിട്ടി. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് പതിച്ചു. ലളിത മാല പോയി അവരിൽ നിന്നും വാങ്ങി അമലയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഇതാണോ നിന്റെ മാല? അമല കണ്ണുകൾ തുടച്ചോടി വന്ന് അവരുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാ എൻ്റെ മാല. ലളിത മാല കിട്ടി അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കിത് ആരുടെ ബാഗിൽ നിന്നാ കിട്ടിയത്? എനിക്ക് മാല കിട്ടിയത് അവരുടെ ബാഗിൽ നിന്നാ. അത്രയും പറഞ്ഞവർ കരങ്ങൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കരങ്ങൾ രുദ്രയ്ക്ക് നേരെയാണ് പതിച്ചു നിന്നത്. രുദ്ര ഒരു നിമിഷം ഞെട്ടി. ഒപ്പം അപ്പുവും. ഞാനല്ല, ഇവർക്ക് ആള് മാറിയതാ. ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. മോഷ്ടിച്ചില്ലെങ്കിൽ ഈ മാല പിന്നെ നിന്റെ ബാഗിൽ പറന്നു വന്ന് വീണതാണോ? ഞാനല്ല, ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും നിന്നെ പോലെയുള്ള കള്ളിക്കൊപ്പം ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് അറപ്പുണ്ട്.
നാളെ ഞങ്ങളിൽ പലരുടെയും സാധനങ്ങൾ നീ മോഷ്ടിക്കില്ലെന്ന് ആരു കണ്ടു? ഞാൻ കള്ളിയല്ല, എന്നെ വിശ്വസിക്ക്. അപ്പു, നീ പറ. ഞാനല്ലടാ, ഞാൻ മോഷ്ടിക്കില്ല, ഞാൻ കള്ളിയല്ല. രുദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ മോഷ്ടിക്കില്ല. അങ്ങനെ നിങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ മോഷ്ടിക്കണമെങ്കിൽ വർഷം കുറച്ചായില്ലേ അവൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ആവാമായിരുന്നില്ലേ? അപ്പു ദേഷ്യത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഈ കള്ളികൾ അങ്ങനെയാ, പതുങ്ങിയിരിക്കും അവസരത്തിനു വേണ്ടി, കിട്ടുന്ന തക്കം നോക്കി അടിച്ചു മാറ്റാൻ. പിന്നെ കള്ളികൾക്കൊപ്പം നിൽക്കുന്നേക്കാൾ അവർക്ക് കിട്ടുന്നതിലൊരു പങ്കും കിട്ടുമെന്നറിയുമ്പോൾ ഒറ്റില്ലല്ലോ. ഗ്ലോറി മുന്നിലേക്ക് വന്ന് അപ്പുവിനെ നോക്കി പറഞ്ഞു. എനിക്കുറപ്പാ ഇതിനു പിന്നിൽ നിന്റെ വൃത്തികെട്ട കരങ്ങളെന്ന്. അപ്പു ഗ്ലോറിക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ആ, ഇനി മോഷ്ടിച്ച് ഞാനെന്ന് പറ. കൂട്ടുകാരി പിടിക്കപ്പെടുമെന്നായപ്പോൾ കുറ്റം എൻ്റെ തലയിലിടാൻ നോക്കുന്നു. മതി, നിർത്ത് രണ്ടുപേരും. എന്തായാലും ഇതിൽ നിന്ന് തന്നെ തീർപ്പ് വേണം. അതിന് അയാൾ വരണം, ഇവിടുത്തെ ഓണർ. എന്തായാലും അയാളുടെ മുന്നിൽ ഒരുത്തിയുടെയും കള്ളത്തരം വില പോകില്ല. അത്രയും പറഞ്ഞ് ലളിത പോകുമ്പോൾ ഗ്ലോറിയോട് മറ്റുള്ളവരോടും രുദ്രയെയും അപ്പുവിനെയും എവിടേക്കും പോകാതെ സൂക്ഷിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. ചേച്ചി പൊയ്ക്കോ, ഈ കള്ളികൾ രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും രുദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ കള്ളിയല്ല, എനിക്കൊരിക്കലും മോഷ്ടിക്കാനാവില്ല. ഞാൻ കള്ളിയല്ല, പ്ലീസ്. എന്നാൽ അപ്പൊഴിച്ച് അവിടെ നിന്ന് എല്ലാവരും അവളെ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി നിന്നു.